ഇത് ആക്ച്വലി നമ്മുടെ അടുത്തുള്ള ഒരു റൈഡറുടെ വണ്ടിയാണ് CB300R. ഇതിന് ചെറിയൊരു ഹാൻഡ്ലിംഗ് ഇഷ്യൂ സസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നതാണ്. ഞാൻ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഓടിക്കുന്ന ഇപ്പോഴാണ്. ഈ വണ്ടി ഒരു 30-40 കിലോമീറ്റർ ഓടിച്ചു. അപ്പൊ ഈ വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയിട്ട് കുറെ കാലമെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ഈ വണ്ടിയെ പറ്റി ഒന്ന് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്കൊരു CBR250 എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ബൈക്കുമാണ്, അതേസമയം നല്ലൊരു ടൂറിംഗ് വണ്ടിയും കൂടെയാണ്. ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ളൊരു റൈഡിംഗ് പൊസിഷൻ ഒന്നും അല്ല, എന്നാൽ നല്ലപോലെ അഗ്രസീവ് ആയിട്ടൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കമ്മിറ്റഡ് ആയിട്ട് ഇരുന്ന് ഓടിക്കാനും പറ്റുന്ന വണ്ടിയാണ്. ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, പക്ക അപ്രൈറ്റ് ആയിട്ടിരിക്കുക, ജസ്റ്റ് ബാറിലോട് കൈയിട്ട് വെക്കുക, ഇത്രേ സംഭവമുള്ളൂ. വണ്ടി ഷോർട്ട് വീൽ ബേസ് ഉള്ള വണ്ടിയാണ്. നമ്മുടെ എന്നാ പറയുക KTM ഡ്യൂക്ക് സീരീസ് ഒക്കെ പോലെ ഏകദേശം സിമിലർ വീൽ ബേസ് ഒക്കെയാണ്. പക്ഷെ അത്രയും അഗ്രഷനും അത്രയും പൊട്ടൻഷ്യൽ ഉള്ള വണ്ടിയല്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലീനിയർ ആയിട്ട് പവർ ഡെലിവറി ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ ഹോണ്ട CBR250R അതേ സംഭവം തന്നെ. ഇത് CBR250R സെയിം എഞ്ചിൻ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. CBR 249cc ആണെങ്കിൽ ഇതിന് 286 സംതിങ്ങേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ബോർ സൈസ് ചേഞ്ച് ഒന്നും വരുന്നില്ല. സിമിലർ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇത് വന്നേക്കുന്നത് ഡയമണ്ട് ഷാസിയിലാണ്. പിന്നെ CBR ലിങ്കേജ് ടൈപ്പ് സസ്പെൻഷൻ വരുന്നുണ്ട്. ഇതിന് അങ്ങനെ ലിങ്കേജ് ടൈപ്പ് സസ്പെൻഷൻ വരുന്നില്ല. ഇതിന് വരുന്നത് നോർമൽ ഡയറക്റ്റ് സ്വിംഗ് ആം കണക്ട് ചെയ്തേക്കുന്ന സസ്പെൻഷൻ ആണ് വരുന്നത്. ഗിമ്മിക്കുകൾ കുറെ കാണിക്കുന്ന വണ്ടികളാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ ഈ ചെറുപ്പക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് സത്യം പറഞ്ഞാൽ അത്രയും ഗിമ്മിക്കുകളൊന്നും കാണിക്കാതെ വന്ന വണ്ടികളാണ് CBR250R ഈ പറഞ്ഞ CB300R ഒക്കെ. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അത് അണ്ടർ റേറ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് പേഴ്സണലി വളരെ താല്പര്യമുള്ള വണ്ടികളാണ് ഇതൊക്കെ. കാര്യം അതിന്റെ റൈഡ് ക്വാളിറ്റി, അതിന്റെ റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് പറയുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇത് കോൺഫിഗറേഷൻ വൈസ് നോക്കുമ്പോഴത്തേന് ഡയമണ്ട് ഷാസി എന്ന് പറയുന്ന അത്ര മോശം സംഭവമല്ല. പെരിമീറ്റർ ഷാസിയോട് സിമിലർ ആയിട്ട് നിൽക്കുന്നതാണ്. ബട്ട് ഇതൊരു റിയലി ഒരു ട്രാക്ക് മെഷീനോ ഒരു സ്പോർട്സ് ബൈക്ക് അല്ലാതെ ഒരു നേക്കഡ് സ്ട്രീറ്റ് കാറ്റഗറി വരുന്നതുകൊണ്ടായിരിക്കും ഡയമണ്ട് ഷാസി ഒരു പ്രിഫർ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു ഇതിന് ലിങ്കേജ് ടൈപ്പ് സസ്പെൻഷൻ അല്ല വരുന്നത് ലൈക്ക് CBR. ഇത് ഡയറക്റ്റ് സ്വിംഗ് ആം കോൺടാക്ട് വരുന്ന സസ്പെൻഷൻ ആണ്. കോൺഫിഗറേഷൻ വൈസ് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്ന കാര്യമാണ് ഫ്രണ്ടിൽ വരുന്ന അപ്സൈഡ് ഡൗൺ ഫോക്സ് ഉണ്ട്. ഫ്രണ്ടിൽ 4-പോർട്ട് കാലിപ്പർ, നിസിന്റെ കാലിപ്പർ വരുന്നുണ്ട്. ബട്ട് ഇതിൽ കിടക്കുന്ന ഓർഗാനിക് പാഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് വളരെ മോശം ഫീഡ്ബാക്ക് ആണ്. ഈ വണ്ടിയുടെ പൊട്ടൻഷ്യൽ ഞാൻ പറഞ്ഞത് ഒരു ജസ്റ്റ് ഒരു ഐ തിങ്ക് 30-35 ബ്രേക്ക് ഹോഴ്സ് പെർ അത്ര ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് സ്പെക്ക് നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഇത് പുള്ളി എന്ന ലെവലിനൊത്ത് ഇതിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ബ്രേക്കിന് ഡെഫിനറ്റ്ലി ഇതിപ്പോ തരുന്നില്ല. ഡെഫിനറ്റ്ലി സിൻഡഡ് പാർട്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും വണ്ടിക്ക് നല്ലത്. പിന്നെ ടയേഴ്സ് എപ്പോഴും നല്ല ടയേഴ്സോടെ പ്രിഫർ ചെയ്യാൻ ഡെഫിനറ്റ്ലി നല്ല ഫണ്ട് റൈഡ് മെഷീനാണ്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റൈഡാണിത്.